കലാസ്നേഹികൾ ഏവരുടെയും അനുഗ്രഹ ആശംസകൾ പ്രതീക്ഷിച്ചുകൊണ്ട് തിരുവനന്തപുരം വിളയിൽ തിയേറ്റേഴ്സ് അവതരിപ്പിക്കുന്നു സമിതിയുടെ പ്രഥമ നാടകം കലിയൻ. നാടകരചനയും സംവിധാനവും അനിൽ കാരി. രംഗപടം രാമയ്യൻ കളിയരൻ. ചമയം അഖിൽ രാമയ്യൻ കളിയരൻ. രംഗത്ത് വിളയിൽ മോഹൻ, ഉദയകുമാർ ദാമോദരൻ, ഉല്ലാസ് ശ്രീകുമാർ, സജിത് അരശുമൂട്, സിന്ധു കൃഷ്ണ, റുക്സാന എം, രാജീവ് സന്തോഷ്. പിന്നണിയിൽ അനന്തു, കണ്ണൻ, സുനി. ലൈറ്റ് ആൻഡ് സൗണ്ട്സ് ഫ്രണ്ട് സൗണ്ട്സ് എഞ്ചിനീയറിംഗ് കോളേജ്. സ്നേഹപൂർവം ഏവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കുന്നു കലിയൻ. നമസ്കാരം മഹാഗണപതി ഹോമകുണ്ടമൊരുങ്ങി. നല്ല മല്ലിപ്പൂവേ, ഭഗവാനൊക്കെ പിടിക്കുന്ന നല്ല പൂവാ ചേട്ടാ. ചേട്ടാ വാ ചേട്ടാ. ചേച്ചി ചേച്ചി നല്ല മല്ലിപ്പൂ, അടുക്കി കെട്ടിയ മല്ലിപ്പൂവാ ചേച്ചി. ചേച്ചി വാ ചേച്ചി, നല്ല പൂ നല്ല പൂ. ചേട്ടാ ചേട്ടാ ഭഗവാനൊക്കെ പിടിക്കുന്ന നല്ല മല്ലിപ്പൂ, നല്ല പുണ്യ വിഗ്രഹം പൂന്തിങ്കളായി പുഷ്യരാഗമായി പുരാതന പുണ്യ വിഗ്രഹം പൂന്തിങ്കളായി പുഷ്യരാഗമായി ചേച്ചി ഈ പൂവൊന്നും വാങ്ങിച്ച് ഭഗവാൻ കൊണ്ടിട്ട് കൊടുത്തേക്കല്ലേ, വാടിയ പൂവാണ്. ചേച്ചി ഒരു ടിക്കറ്റ് 13 കോടിയാണ് ഒന്നാമത്തെ മരം. ഓണം തന്നാൽ 300 രൂപ മാത്രം ഒരു ടിക്കറ്റ്. നാളത്തെ വാങ്ങിയവൻ ആരാണെന്ന് നമുക്കാർക്കും പ്രവചിക്കാൻ കഴിയില്ല. നാളത്തെ ഭാഗ്യവാൻ ആരാണെന്ന് നമുക്ക് ആർക്കും പ്രവചിക്കാൻ പോലും കഴിയില്ല. ഞാൻ പ്രവചിക്കൂ. നീ പ്രവചിക്കൂ. എന്നാ പിന്നെ ഇതെല്ലാം കൂടെ ഇങ്ങനെ കഴുത്തി കൂടെ ഇട്ട് ഇങ്ങനെ വന്ന് ഇങ്ങനെ അങ്ങ് നിന്നോട്. ഇനി ഞാൻ കച്ചവടം ചെയ്യുന്ന മുടക്കാനായിട്ട് ഇവിടെ കിടന്ന് തൊള്ള കയറിയാലുണ്ടല്ലോ, ഈ പൂവെല്ലാം കൂടെ ഞാൻ കുത്തിക്കേറ്റും. അതാ ഈ പൂക്കാരിയുടെ പ്രവചനം. അതെല്ലാം പിന്നെ നടക്കും കേട്ടാ. ആണല്ലോ. എന്നാ അവിടെ പോയിരുന്ന് പതിയെ വിളിക്കും. പതിയെ ലോട്ടറി ലോട്ടറി കേരള ഗവൺമെന്റ് ലോട്ടറി പറയണം. നല്ല മല്ലിപ്പൂവേ, നല്ല പിച്ചിപ്പൂവേ. അതെ, ഇത് ലേഡീസിന്റെ കാലാ. ലേഡീസ് വിളിച്ചിട്ട് മതി ബോയ്സ് കൂവുന്നത്. ഞാനോ കണ്ടാലും പറയും. പിച്ചിപ്പൂവേ ചേട്ടാ, നല്ല പിച്ചിപ്പൂ ചേട്ടാ. ചേട്ടാ ഭഗവാനൊക്കെ പഠിക്കണം. കൈ വിടറാവിന്റെ പൂ വാങ്ങിക്കാൻ വന്നവനെ കൊണ്ട് ലോട്ടറി എടുപ്പിക്കുന്ന. നിങ്ങളൊന്നും മിണ്ടായി വേണുമ്പിള്ളേ, ഞാൻ ലോട്ടറി എടുക്കാനാണ് ചേട്ടാ. അത് മുഴുവൻ പറ്റിപ്പാ ചേട്ടാ, അടിക്കത്തൊന്നുമില്ല ചേട്ടാ. ആ കാശ് കൊണ്ട് നല്ലൊരു മാല വാങ്ങി ഭഗവാനെ കണ്ട് പ്രാർത്ഥിക്കും ചേട്ടാ. കൂടും കുടുക്കല്ല
കേൾക്കണം ഞാൻ അയാളവിടെ താഴെ. അയാളവിടെ. അവിടെ മാറി. താൻ ലോട്ടറി വിറ്റാ മതി. പോ. പറഞ്ഞാ പോയി നിങ്ങളൊന്നും മിണ്ടാതിരി ആണോ ഒരു 3000 രൂപയ്ക്ക് ലോട്ടറി എടുക്കാൻ കാണും 3000 രൂപയുടെ ലോട്ടറിയാ ഞാൻ സാധാരണ 3000 ലോട്ടറി എടുക്കാറുള്ളൂ ഇപ്പൊ ഉണ്ടാ ഇത് ഞാൻ ഇന്നലെ എടുത്ത 3000 ലോട്ടറിയാണ് ഈ റിസൾട്ട് കൂടെ നോക്കാം ചേട്ടാ കുറച്ച് കൂടുതലെടുത്താ. ആരടിച്ചടാ എനിക്കടിച്ചാ 1 സമ്മാനോ 10 ലക്ഷം എന്റെ ഭഗവാനെ ഒരു സ്വല്പ താഴെ കുറച്ചുകൂടെ ഒരു പൊടിക്കൂടെ ഇത്തിരി കൂടെ 10000 രൂപ അടിച്ചു 10,000 ഉലുവേ അതെനിക്ക് സ്ഥിരം അടിക്കണ തന്നെ 3000 ലോട്ടറി എടുത്ത ലോട്ടറി എടുക്കാം ബാക്കി 7000 അല്ലേ ഒരു കാര്യം ചെയ്യ് 1000 രൂപ കമ്മീഷൻ ആക്കി വെച്ചോ 1000 രൂപ ബാക്കി പൈസ എടുക്കാന്നല്ലോ എടുക്കാം പെട്ടെന്ന് എടുത്തോ പറഞ്ഞിട്ട് കാര്യമില്ല. ഇന്ന് അങ്ങേരുടെ ദിവസാ. പെട്ടെന്നായിട്ട് സാറേ ആ 3000 രൂപയുടെ ലോട്ടറി ആ 6000 സാറേ ലോട്ടറി ഒക്കെ അടിച്ചല്ലേ സാറേ? സാറേ കുറച്ച് പൂ വാങ്ങിക്കും സാറേ. സാറേ 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 കുറച്ച് ഈ വാടിയ പൂവിന് മാറ്റാൻ സാറേ നല്ല പൂവാ സാറേ. സാറേ സാറേ, ഈ കൈ കൊണ്ട് സാറിനെ കൂടെ കൊണ്ടുപോ ആ സാറേ ഓക്കെ പറഞ്ഞേ 300 രൂപ കുറച്ചാണ് കൊടുത്തത് പണ്ട ചിരോമണി എണ്ണി നോക്കാതെ കൊണ്ടുപോയി എന്റെ ലാഭം 1300 രൂപ എടാ മഹാഭാവി, നീ അയാളെ പറ്റിച്ചടാ. ഗുണം പിടിക്കത്തില്ല. ഗോപുരമുകളിൽ വസന്ത ചന്ദ്രൻ ഗോരോജനക്കുറി വരച്ചു സഖീ ഗോ നമ്പർ വെട്ടി ഒട്ടിച്ച് എന്നെ പറ്റിച്ച് കാശെല്ലാം കൂടെ അവയിട്ടുണ്ട് അങ്ങനെ വേണടാ, അങ്ങനെ വേണം. നീ പറ്റിച്ചില്ലടാ. അമ്മാ പൂവാ 1000 രൂപ കണ്ണെടുക്കട്ടാ. അയ്യോ 100 രൂപയ്ക്ക് ചുമ്മാ പറഞ്ഞത്. അല്ല കുറച്ച് ദൂരെ നിന്ന്. ഗണപതി ഹോമകുണ്ടമോരും 10 രൂപ പൈസ കൈ മഹാഗണപതി ഹോമകുണ്ടമോരും എല്ലാരും ചെന്ന് പറ്റിക്ക് മുറക്കണം. 20 രൂപ പോയി ചായ കൂടെ ഒരു കടി കൂടെ ആയിക്കോട്ടെ. കാശ് കൊണ്ടോണം പിടിക്കണേ പിടിക്കാനെ നിക്കാ എന്താ എന്താ പോലെ അഭിനയിച്ച് പിടിച്ചു പറയുന്നത്
ഓരോരുത്തരും പായുകയാണ്. മുന്നിൽ വന്നുകൊണ്ടിരിക്കുന്ന നിരന്തര ആവശ്യങ്ങൾ നിറവേറ്റണം. അയൽക്കാരനേക്കാൾ സൗഭാഗ്യങ്ങൾ ആർജിച്ചെടുത്ത് അവനെ അസൂയാലുവാക്കണം. ധാരാളമായി വന്നു ചേർന്നുകൊണ്ടേയിരുന്നാൽ ഏതൊരു ലഹരിക്കും അപ്പുറത്തെത്തും പണം, കറൻസി. വാരിപ്പിടിച്ച് നെഞ്ചോട് ചേർത്ത് വയ്ക്കുമ്പോൾ പലർക്കും അതിനപ്പുറത്ത് ഒന്നിനെയും സ്നേഹിക്കാൻ കഴിയാതാകുന്നു. പണത്തിനുമപ്പുറത്ത് സ്നേഹത്തിന്റെയും കരുണയുടെയും ദാനത്തിന്റെയും ഒരു ലോകത്തിലേക്ക് വാതായനങ്ങൾ തുറന്നുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കുന്നു കലിയൻ. അതിന് നീയല്ലേ ഡ്രൈവ് ചെയ്യണം? ഞാൻ നിന്റെ കൂടെ വന്നാ പോരെ? എന്താ നിസ്സാരമായിട്ടാ നീ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്? 1 കോടി രൂപയുടെ സ്റ്റഫാ എത്തിക്കാനുള്ളത്. എന്തെങ്കിലും പിഴവ് സംഭവിച്ചാ ഒന്നുകിൽ പോലീസ് നമ്മൾ അകത്താക്കും, അല്ലെങ്കിൽ അവന്മാര് നമ്മളെ കൊല്ലും. അതൊന്നുമല്ല എന്റെ പ്രശ്നം. എനിക്കിതില്ലാതെ പറ്റത്തില്ല. നീ ധൈര്യമായിട്ടിരിക്കുക. നിന്റെ കൂട്ടത്തിൽ കട്ടയ്ക്ക് ഞാൻ നിന്നാ പോരെ. കൈമാറ്റം നടക്കുന്ന സമയത്ത് ഫോൺ ഉപയോഗിക്കരുതെന്ന് പല പ്രാവശ്യമായി നിന്നോട് പറയുന്നു. സ്വിച്ച് ഓഫ്. പറയുന്ന സമയത്ത് പറയുന്ന സ്ഥലത്ത് നേരിട്ട് മാത്രം കമ്മ്യൂണിക്കേഷൻ. ഒരു ഡിവൈസിനെ ആശ്രയിക്കരുത്. 5 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾക്ക് പുറപ്പെടാം. 1 മണിക്കൂർ യാത്ര. അവിടെ ആളുണ്ടാകും. സാധനം കൈമാറുമ്പോൾ ക്യാഷ് അടങ്ങിയ ബാഗ് അവർ നിങ്ങളുടെ വണ്ടിയിൽ വെച്ച് അതുമായി നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്ലാറ്റിലേക്ക് പോകാം. എവിടെ ജീവൻ? എവിടെ? 1/2 മണിക്കൂർ മുമ്പ് ഇവിടെ എത്തിച്ചേരേണ്ടവനല്ലേ അവൻ? പറയുമല്ലോ, നിസ്സാര തുകയുടെ സാധനമല്ല അവന്റെ കയ്യിൽ. അതാ സാർ, ചില സമയത്ത് ഫോണൊക്കെ ഉപയോഗിക്കേണ്ടി വരും. സമയം തെറ്റിയാൽ എല്ലാം തെറ്റും. സമയം അനുസരിച്ചാണ് ഓരോ ഡീലും സെറ്റ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായോ നിനക്ക്? ഇതുവരെ സമയം പാലിക്കാതിരുന്നാലുണ്ടല്ലോ, ഈ ഒരു കാര്യം ചെയ്യും. ആ സാധനം എടുത്ത് അവരുടെ വണ്ടിയിലേക്ക് വെക്കും. സ്റ്റഫ് എവിടെ? എടാ, വാ തുറന്ന് പറയണം. എന്താണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല സാർ. റെയിൽവേ സ്റ്റേഷൻ മുഴുവൻ ചെക്കിംഗ് ആയിരുന്നു. എല്ലാ ലഗേജും പോലീസ് പരിശോധിക്കുന്നുണ്ടായിരുന്നു. ഞാൻ നമ്മുടെ ലഗേജ് എടുത്ത് അല്പം മാറിയിരുന്നു. ആരതാണ് ആ ബാഗെന്ന് കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. പിന്നെ അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങി ഞാൻ ഓടി വരികയായിരുന്നു. ലിസി, എനിക്ക് സമ്മർദ്ദം സഹിക്കാൻ വയ്യ ലിസി. ലിസി, ഒരു ഡോസ് ലിസി എനിക്ക്. അപ്പൊ സാധനം എവിടെ?
എനിക്കറിയില്ല സാർ, അവരത് കൊണ്ടുപോയി കാണും. ആയിന്റെ മോനെ എടാ, നിനക്ക് ആ ബാഗ് കൊടുത്ത് വണ്ടിയിൽ ചാടാനില്ലടാ. അങ്ങനെ ചാടിയാ ചിലപ്പോ ഞാൻ മരിച്ചു പോയാലോ? ചെറുപ്പം രക്ഷപ്പെട്ടാലടാ. അങ്ങനെ രക്ഷപ്പെട്ട് നീ ഇവിടെ വന്നിരുന്നെങ്കിൽ ചാവത്തില്ലായിരുന്നു. പക്ഷെ എന്റെ ഒരു സിആർ കൊണ്ട് കളഞ്ഞ നീ ഉറപ്പായിട്ടും മരിക്കും. എവിടെയെങ്കിലും പോയി ചാവ്, അല്ലെങ്കിൽ 2 ദിവസത്തിനകം കാശുമായി നീ ഇവിടെ വരണം. അല്ലാതെ എന്നെ പറ്റിച്ച് കടന്നു കളയാമെന്നുള്ള വിചാരമുണ്ടെങ്കിൽ ഏടെ പിടിച്ച് ഞാൻ കൊല്ലും. അറിയാലോ ഈ ഭദ്രനെ? ഇത് നിങ്ങൾക്ക് ഒരു പാഠമായിട്ടിരിക്കട്ടെ. അപ്പോഴത്തേക്ക് എല്ലാം മറന്നോ? സോറി സാർ, സാർ ഞാൻ ആ ഡാൻസിന്റെ ലഹരിയിൽ സ്വയം മറന്നുപോയി സാർ. പ്ലീസ് സാർ, ഒന്നുകൂടെ സാർ, പ്ലീസ് സാർ. ഓൺലൈൻ ക്ലാസ് ആണെന്നൊന്നും ഞാൻ നോക്കൂല, നല്ല അടി വെച്ച് തരുവേ. സോറി സാർ, പ്ലീസ് സാർ. കണ്ടിന്യൂ. ഒരാൾക്ക് ഡാൻസ് പഠിക്കാൻ മണിക്കൂറിന് 1000 രൂപ, 2 പേർക്ക് 2000 രൂപ. ദോ ഒരാളെന്ന് പഠിക്കുന്നു. തുകയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടായിട്ട് മതി അടുത്ത ക്ലാസ്. അപ്പൊ മണിക്കൂറിന് 1000 രൂപ ഇവൻ അങ്ങോട്ട് കൊടുത്തിട്ടാണ് ഇവന്റെ മുമ്പേ കിടന്ന് യാടുന്നതല്ലേ? ജ്യോതിഷ്, ഞാൻ പഠിക്കൂല്ലേ? അസോസിയേഷന്റെ വാർഷികത്തിന് അവളുമാരെ ഡാൻസ് കണ്ടൊന്നും ഞെട്ടിട്ടേ. ഡാർലിംഗ്, അത് ഓക്കേ. പക്ഷേ ഇവന്റെ ഈ തേയ്ക്ക് 1000 വെച്ച് കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ കാശ് ചെലവാക്കി കളയാൻ ഞാൻ സമ്മതിക്കില്ല. ഇയാൾ ആരാടാ? കലാബോധമില്ലാത്ത ഡാഷ്മാൻ. എടാ മുട്ടത്തലയോ, ഇന്ന് നിന്നെ അതോടെ വെക്കൂ ജ്യോതിഷ്, ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ പ്ലീസ്. മീര, എന്റെ ക്യാഷ് ചെലവാക്കി കളയാൻ സമ്മതിക്കില്ല. അത് എനിക്ക് എന്നെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. വെറും 1000 രൂപയല്ലേ ഉള്ളൂ ജ്യോതിഷ്. ക്യാഷോട് ഇത്ര ആർത്തി പാടില്ല കേട്ടോ. മീര, നിന്റെ അക്കൗണ്ടിൽ ഞാൻ വലിയ തുകകൾ നിക്ഷേപിച്ചിട്ടുള്ളത് നിനക്ക് ചിലവാക്കി കളയാനല്ല, എനിക്ക് ചില ടാക്സ് പ്രോബ്ലം ഉള്ളത് കൊണ്ടാണ്. നിങ്ങൾക്ക് എപ്പോഴും ക്യാഷ് ക്യാഷ് എന്നൊരൊറ്റ ചിന്ത മാത്രമേ ഉള്ളൂ. എനിക്ക് മടുത്തു കേട്ടോ. ഹലോ, മീര അപ്പാർട്ട്മെന്റ് ഡയറക്ടർ ജ്യോതിഷ് സ്പീക്കിംഗ്. സാർ, ഒരു പഴയ ഓഡിയോ സിസ്റ്റം കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞ OLX ഒരു പരസ്യം കൊടുത്തിരുന്നില്ലേ? അതെ. അതെനിക്ക് വേണം സാർ. 5000 രൂപ വില അല്പം കൂടുതലാ, എന്തെങ്കിലും ഒന്ന് മാറ്റി തരണം സാർ. നോ ബാർഗൈൻ. ഓക്കെ സാർ,
ഞാൻ ക്യാഷ് ഗൂഗിൾ പേ ചെയ്യാം. കൊറിയർ ചാർജ് കൂടി അയക്കാം. സാർ അതൊന്ന് അയച്ചേക്കണേ. ഈ നമ്പറിൽ GP ഉണ്ടല്ലോ അല്ലേ? ഉണ്ട്. ഓക്കെ സാർ, ഞാൻ ₹1 അയച്ച് ഒന്ന് കൺഫേം ചെയ്യാം. എമൗണ്ട് വന്നിട്ടുണ്ട്. ജ്യോതിഷ്, അതെന്തിനാ കൊടുക്കുന്നേ? ഇത്രയും വലിയ പൊസിഷനുള്ള നിങ്ങൾക്ക് വെറും 5000 രൂപയ്ക്ക് പഴയ സാധനം വിൽക്കാൻ നാണാകുന്നില്ലേ? അത് നമ്മുടെ പുറംപടിക്കാർ റോസ് നമ്മളോട് ചോദിച്ചതല്ലേ? അത് നമുക്ക് അവർക്ക് കൊടുത്താലോ? നോക്ക്, ഓരോ നാണയങ്ങളും കൂട്ടിവെച്ചാണ് ഞാൻ ഇന്നീ കാണുന്ന നിലയിലെത്തിയത്. മീര, നിന്നെക്കാളും ഈ ഭൂമിയിലെ മറ്റെന്തിനേക്കാളും എനിക്ക് വലുത് പണമാണ്. പണം, അതിൻ്റെ ഗന്ധം എന്നെ മത്തുപിടിപ്പിക്കും. അത് നഷ്ടപ്പെട്ടാൽ പിന്നെ എനിക്ക് എന്നെ നിയന്ത്രിക്കാൻ കഴിയില്ല. ഹലോ സാർ, ഗൂഗിൾ പേ ലിങ്ക് വന്നിട്ടുണ്ട്. സാർ ഒന്ന് ക്ലിക്ക് ചെയ്ത് പിൻ നമ്പർ അടിച്ചാൽ മതി. ഇതിപ്പോ എന്റെ അക്കൗണ്ടിൽ നിന്നാണല്ലോ ക്യാഷ് പോയിരിക്കുന്നത്. ചീറ്റിംഗ്. We're sorry, the number you have dialed is not in service at this time. ചീറ്റിംഗ്. നോക്കട്ടെ. എനിക്കിത് സഹിക്കാൻ കഴിയില്ല. കൊല്ലും ഞാൻ അവനെ. ഇത് ക്യാഷ് അങ്ങോട്ട് അയക്കാനുള്ള റിക്വസ്റ്റിംഗ് കരുതല്ലോ. ഇതിലേക്ക് ക്യാഷ് അയച്ചിരുന്നു. ജ്യോതിഷ്, എന്ത് പറ്റി? എന്ത് പറ്റി ജ്യോതിഷ്? കൊല്ലും ഞാൻ. ഞാൻ സുനി, പ്രൊഫസർ സുനി. മാനസിക രോഗം ഒരു വിഭ്രാന്തിയാണ്. ഏതുതരം മാനസിക രോഗവും തുടച്ചു മാറ്റും ഈ പ്രൊഫസർ സുനി. പൂത്തിരികൾ കണ്ണിലണിഞ്ഞവളെ, ഉന്മാദത്തേനലകൾ ചുണ്ടിലണിഞ്ഞവളെ, രാഗം നീയല്ലേ, താളം നീയല്ലേ, എന്നാത്മസംഗീത ശില്പം നീയല്ലേ. ഉല്ലാസ പൂത്തിരികൾ കണ്ണിലണിഞ്ഞവളെ, ഉന്മാദത്തേനലകൾ ചുണ്ടിലണിഞ്ഞവളെ, രാഗം നീയല്ലേ, താളം നീയല്ലേ, എന്നാത്മസംഗീത ശില്പം നീയല്ലേ. ഞാൻ സുലു, മഹാനായ പ്രൊഫസർ സുനിയുടെ ഭാര്യ. മീര മോളെ. മീരമോളുടെ മെസ്സേജ് കിട്ടി ഉടനെ ഞങ്ങൾ ഇവിടെ എത്തി. എവിടെ എന്റെ കത്തി? എവിടെ? ജ്യോതിഷിന്റെ പിരി എല്ലാം ഇളകിയേക്കോല മോളെ. മാമ, എനിക്ക് ഒരു സമാധാനമില്ല മാമ. മീരമോൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ഈ കൗൺസിലിംഗ് പ്രൊഫസർ സുനിയല്ലേ നിൽക്കുന്നത്. 25 വർഷത്തെ പാരമ്പര്യം. ഏത് കടുത്ത വട്ടനും എന്റെ 2 വർത്തമാനം മതി നോർമലാവാൻ. കൂൾ മീര, കൂൾ. മോളെ, കൂൾ മോളെ. മോളെ, ഈ സുലുമാമിക്കും അല്ലറ ചില്ലറ അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നേ. എന്നാ ഒരൊറ്റ വാചകത്തിൽ സുലുമാമിയുടെ അസുഖം മാറ്റിയ ആളാ മഹാനായ പ്രൊഫസർ. എവളസുഖം വേറെ ആയിരുന്നു. ആരെ കണ്ടാലും ഐ ലവ് യു എന്ന് പറയും. ആരും തിരിച്ചു പറയാതെ വന്ന ടെൻഷൻ അടിച്ച് വീട്ടിൽ കുത്തിയിരുന്നപ്പോൾ എല്ലാവരും കൂടി എടുത്ത് എൻ്റെ അടുത്ത് കൊണ്ടുപോയി. അതോടെ അവളെ സൂക്കേട് മാറി, എൻ്റെ ജീവിതം കോഞ്ഞാട്ടിയായി. അത് പിന്നെ പ്രായം അതായിരുന്നില്ലേ. എന്നാലും ഒരു വാചകത്തിന് സുലുമാമിയുടെ അസുഖം മാറ്റിയ ആളാ ഈ പ്രൊഫസർ. ഒറ്റ വാചകത്തിലോ? അതേത് വാചകം? പറഞ്ഞു കൊടുക്കു സുനിയേട്ടാ. കേട്ടോ, ഐ ലവ് യു സുലു. സുധീ
കൊച്ചു ഡാൻസ് കളിച്ച് കുട്ടി കോളൊക്കെ ഇഷ്ടമാണ്. എന്നെ വഞ്ചിച്ച് എന്റെ ക്യാഷ് അടിച്ചു മാറ്റിയവനോ മീര മോളെ വിഷമിക്കണ്ട, ഒരൊറ്റ വാചകത്തില് ഞാൻ ഈ അസുഖം മാറ്റിത്തരാം. മോനെ ജ്യോതി, മാമനും മാമി ഇപ്പൊ എന്തിനാണ് വന്നതെന്ന് നമുക്കൊക്കെ അറിയണ്ടേ? വേണ്ട. വേണ്ടേ? എന്നാലും കേളടേ, മാമ ഇപ്പൊ വന്നത് നിനക്ക് 25,000 രൂപ തരാനാണ്. അത് കൊള്ളാം സുനിമാമ. 5,000 പോയെങ്കിലും എന്ത്, 25,000 വന്നില്ലേ? അത് കൊള്ളാം. ആ സുനിമാമ, എനിക്ക് എന്താണെന്നറിയില്ല, പണം നഷ്ടപ്പെടുമെന്നറിയുമ്പോൾ എൻ്റെ തലയിൽ എന്തോ ഒരു വലിയ ഭാരം വന്ന് വീഴുമ്പോൾ കണ്ണിലാകെ ഇട്ട് കയറും. എനിക്ക് പിന്നെ ഒന്നും ഓർമ്മിക്കാൻ കഴിയുന്നില്ല. പണം തിരിച്ചു കിട്ടിയാ ഇതെല്ലാം നേരെയാവും. സാരമില്ല മക്കളെ, നമുക്ക് ശരിയാക്കാം. സുനിമാമനോട് ഉണ്ടാവുമല്ലോ. അമീര, എൻ്റെ ബാഗ് എടുത്തിട്ട് എനിക്ക് ഓഫീസ് വരെ പോകണം. ഈ സുനിമാമൻ ആരാ? സുനുവിന്റെ അഭിമാന. മോനെ ജ്യോതി, ഈ ഫ്ലാറ്റുകളുടെയൊക്കെ ബിസിനസ് നടത്തുന്ന കോടീശ്വരനായ നിനക്ക് ഈ നിസാര തുകയുടെ പേരിൽ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്ന കേട്ട ഒരു സുഖമില്ലല്ലോ. കേൾക്കുന്നവർക്കൊരു പൊരുത്തക്കേട് തോന്നില്ലേ? തോന്നും. അവരെന്നെ നക്കിയെന്നും പണത്തിനോട് ആക്രാന്തം തീരാത്തവനെന്നൊക്കെ വിളിക്കട്ടെ. പക്ഷെ അവർക്കറിയാവുന്നത് ഇന്ന് കാണുന്ന ഈ ജ്യോതിഷ്ണിയാണ്. തോരാതെ മഴ പെയ്യുന്ന ദിനങ്ങളിൽ ചോർന്നൊലിക്കുന്ന വീട്ടിൽ ഉറങ്ങാൻ കഴിയാതെ ഉറക്കം വിളിച്ച് ഒടുവിൽ ഏത് പെരുമഴയത്ത് കിടന്നാലും ഉറങ്ങുന്ന അവസ്ഥയിലെത്തിയ ജ്യോതിഷിന്റെ ബാല്യം അതവർക്കാർക്കും അറിയില്ല. വസ്ത്രവും ആഹാരവും കയറിക്കിടക്കാൻ ഒരു ഇടവുമില്ലാത്ത അതിദരിദ്രനായ ഒരു കുഞ്ഞിന്റെ മനസ്സ് അതവർക്കാർക്കും അറിയില്ല. ചുരുക്കം പറഞ്ഞ പരമ്പരാഗതമായിട്ടൊരു പൊത്തയില്ലാത്തടത്താണ് എൻ്റെ പെങ്ങള് മോളെ കെട്ടിച്ചയച്ചെന്നർത്ഥം. പരമ്പരാഗതം ദാരിദ്ര്യത്തിന്റെ ചെളിക്കുണ്ടിൽ നിന്ന് പടുത്തുയർത്തിയതാണ് എൻ്റെ ഓരോ ബിസിനസ്സും. 1 കോടി രൂപയും 1 രൂപയും എനിക്ക് പണമാണ്. അത് നഷ്ടപ്പെട്ടാൽ എന്നെ നിയന്ത്രിക്കാൻ കഴിയില്ല. സൈക്കോയുടെ പല അവസ്ഥാന്തരങ്ങളും കണ്ടിട്ടുണ്ട്. അതല്ലേ, ഇത് പുറത്തിറങ്ങി അവന്റെ ബിസിനസിനെ ബാധിക്കും. അതുകൊണ്ടാണ് അവള് നമ്മളോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. അറിയാം. സുനുവങ്ങൾ, ഞാൻ ഓഫീസിലേക്ക് പോകും. ശരി, പോയിട്ട് മക്കളെ. പിന്നെ കൊണ്ടുവന്ന 25,000 അതിങ്ങെടുത്തോളൂ. അത് വേണ്ട, പൈസ എടുക്ക. അറിയാമല്ലോ എന്റെ സ്വഭാവം, കബളിപ്പിച്ചാൽ കൊന്നുകളയും ഞാൻ. എടാ, എന്റെ കയ്യിലിപ്പോ ഇല്ലെന്നല്ലേ ഉള്ളൂ. പിന്നെ എടുത്ത് തരൂലേ? നീ ചെന്ന് കാറിൽ ഞാൻ ഇപ്പൊ വരാം. പെട്ടെന്ന് വേണം. വരാൻ മീര, ഞാൻ ഇവനെ ക്ലിനിക്കിലേക്ക് കൊണ്ടുപോവാ. എന്റെ കയ്യിൽ നിൽക്കില്ല. ജ്യോതിഷിന് മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല. പണം നഷ്ടമാകുമെന്ന് കാണുമ്പോൾ വല്ലാതെ വയലന്റ് ആകുന്നുണ്ട്. അത് ജ്യോതിഷിന് കുറച്ച് കൂടുതലാണെന്നേ ഉള്ളൂ. മനസ്സിരുത്തി ചിന്തിച്ചാൽ പണം, അതിനുവേണ്ടിയല്ലേ എല്ലാ മനുഷ്യരും ഓടുന്നത്. ഏയ്, അവിടെ ജ്യോതിഷ് കുറെ നേരമായിട്ട് വണ്ടിയിലിരിക്കുക. അങ്ങോട്ട് ചെല്ലും. മോളെ, പുറത്താരും അറിയില്ലടി, നമ്മുടെ ഹോസ്പിറ്റലല്ലേ. മോള് വിഷമിക്കണ്ട. ശമിക്കപ്പെട്ടവളാ ഞാൻ. കുടുംബമുണ്ട്, പക്ഷേ ഓമനിക്കാനോ ലാളിക്കാനോ മക്കളിൽ. പണമുണ്ട്, എന്തിന്? പണമുണ്ടായാൽ എല്ലാ സുഖവും ലഭിച്ചു എന്ന് കരുതുന്നവർക്ക് അറിയില്ല. സമ്പന്നതയുടെ നടുവിലും നീറി നീറി ജീവിക്കേണ്ടി വരുന്നവരുടെ മനസ്സ്.
ചേച്ചി മരിക്കാൻ വാങ്ങിയ വിഷമാണ്. എന്തോന്നാണോ നീ പറയുന്നത്? സംഭവിക്കാൻ പോകുന്ന ചേച്ചി പറഞ്ഞത്. മരിക്കുന്നതിന് മുമ്പ് ചേച്ചി ഒന്ന് കാണണമെന്ന് തോന്നുന്നു, അതാ വന്നത്. വിഷം കൊണ്ടുവന്ന് എന്റെ മുന്നിൽ വെക്കുന്നു, മരിക്കുമെന്ന് പറയുന്നു. ഇതൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് പൊരുത്തപ്പെടുന്നില്ല കേട്ടോ ജീവൻ. എടാ നിന്റെ പ്രശ്നം എന്താണ്? അത് നീ പറയും. എന്റെ പ്രശ്നം എന്താണെന്ന് ചേച്ചി അത് പരിഹരിക്കോ? എടാ അമ്മ മരിച്ചതിൽ പിന്നെ നിന്നെ വളർത്തിയ കൈകളാടാ ഇത്. വിവാഹശേഷം നിന്നെ വിട്ടുപിരിയേണ്ടി വന്നപ്പോൾ, നീ ഇല്ലാതെ ജീവിക്കേണ്ടി വന്നപ്പോൾ എന്റെ ഹൃദയം തകർന്നു പോയിട്ടുണ്ടടാ. ജീവ, നീ ഇല്ലെങ്കിൽ ഞാൻ ഇല്ലടാ. നിന്റെ പ്രശ്നം എന്താണെന്ന് പറയും, ഞാനുണ്ടടാ നിന്റെ കൂടെ. ചേച്ചി അളിയനെ പോലെ വലിയൊരു പണക്കാരനാവാൻ നോക്കി എന്തൊക്കെയോ ചെയ്തു, എല്ലാം പരാജയപ്പെട്ടു. പിന്നെ പണത്തിന് വേണ്ടി എന്തും ചെയ്യാമെന്നായി. അങ്ങനെ ഞാൻ ചെന്ന് അകപ്പെട്ടതാണ് ചേച്ചി, ഒരു മയക്കുമരുന്ന് ലോബി. ജീവ, നീ വെറുതെ എന്നെ പറ്റിക്കാൻ. സത്യമാണ് ചേച്ചി, തുടക്കം എല്ലാം വിജയമായിരുന്നു. ചെറിയ ചെറിയ കടത്തലുകൾ, പക്ഷെ അതിനൊന്നിനും ഒന്നെ തൃപ്തിപ്പെടുത്താൻ കഴിഞ്ഞില്ല. ഇപ്പോ കോടികളുടെ കടത്ത്, പക്ഷെ പരാജയപ്പെട്ടു. സ്റ്റഫ് നഷ്ടപ്പെട്ടു. സ്റ്റഫോ കാശോ ഏതെങ്കിലും ഒന്ന് അവർക്ക് തിരികെ നൽകിയില്ലെങ്കിൽ ഞാൻ എവിടെ ഉണ്ടെങ്കിലും അവരെന്നെ തേടി പിടിച്ച് കൊല്ലും. അപ്പോ ജീവിക്കാൻ ഒരുപാട് ആഗ്രഹമുള്ള ഞാൻ മരിക്കാൻ തീരുമാനിച്ചു. മരിക്കുന്നതിന് മുമ്പ് ചേച്ചി ഒന്ന് കണ്ടെല്ലാം പറയണമെന്നുണ്ടായിരുന്നു. അതാ ഞാൻ വന്നേ. മരിക്കുമെന്ന് എന്റെ മുഖത്ത് നോക്കി പറയുന്ന നിന്നെ ഞാൻ എങ്ങനെ കുറ്റം പറയാനാണ്ട? ജീവിക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ട് ചേച്ചി, പക്ഷെ കഴിയില്ല. ജീവിക്കാനുള്ള അടങ്ങാത്ത ആഗ്രഹത്തോടുകൂടി ഞാൻ മരണത്തിലേക്ക് പോവുകയാണ് ചേച്ചി. ഈ ചേച്ചിയുടെ ജീവിതം എന്തായി തീരുമെന്ന് ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു തീരുമാനം ഞാൻ എടുക്കുന്നടാ. എന്റെ ജീവിതത്തെക്കാൾ ഞാൻ നിന്റെ ജീവന് വില കൽപ്പിക്കുന്നു. എടാ, നിനക്ക് ആവശ്യമുള്ള പണം ഞാൻ തരാം. ജ്യോതിഷിന്റെ സമ്പാദ്യം മുഴുവൻ എന്റെ പേരില. ജ്യോതിഷിനെ ഞാൻ ചതിക്കും. ആപ്പിൾ അവിടെ തന്നെ ഇരിക്കും, പക്ഷെ നിന്റെ തല അത് തെറിക്കും. അയ്യോ, സൂപ്പർ ആയിരിക്കുമല്ലേ? പിന്നെ തലയില്ലാത്ത നിന്നെ കാണാൻ സൂപ്പർ അല്ലേ? അപ്പൊ തലയില്ലേ? ഇല്ല. തലയില്ലേ പിന്നെ ഞാൻ എങ്ങനെ മുടിയെല്ലാം ചെയ്യും? അപ്പൊ പിന്നെ വെടി വെക്കട്ടെ? തല ഞാൻ വെടി വയ്ക്കും. വെക്കരുത്. അനങ്ങരുത്. വെച്ചെടുത്ത് കാണൂല ഓരോ ഭ്രാന്തന്മാരും. അവിടെ അങ്ങ് വരും, ആപ്പിള് കഴുകി വെച്ചങ്ങ് തിരിഞ്ഞിട്ടേ. ഓഹോ, ആപ്പിള് വെടി വെച്ച് കളിക്കാടല്ലേ? നിന്നെ ഞാൻ എനിക്ക് ഈ തോക്ക് മതി. അവിടെ ആപ്പിള് നല്ലതിലോട്ട് പോയി. അനങ്ങരുത്. ഉന്നം തെറ്റും. ഡോക്ടറിന്റെ റൂമിലിരുന്ന് തോക്ക് അടിച്ചു മാറ്റിയത്. പഞ്ചര ഭാവി അമ്മ
പ്രാവിനെ വെടിവെക്കാൻ വാങ്ങിച്ചിട്ട് മുറിക്കകത്ത് വെച്ച് പൂട്ടാൻ മറന്നുപോയി. കൊണ്ടുപോയണോ നോക്കകത്ത്? അനങ്ങരുത്. കൊണ്ടുവയ്ക്കാൻ. ഇതിന്റെ ഉന്നം തെറ്റും. തോക്ക് താഴെയിറ. നിക്കവിടെ മാറണി. എന്റെ ഉണ്ട എടുത്ത് മാറ്റിട്ട് ഉണ്ട ഞാൻ എടുക്കാം. നീ എന്റെ ഏത് ഉണ്ട എടുക്കോടി മാറടി അവിടുന്ന്. ഒരുത്തന്റെ കൊണ്ടുപൊട്ടി തെറിച്ചപ്പോ എന്തൊരാശ്വാസം. അയ്യോ, സൈസിന് ഒരെണ്ണം കൂടെ കിട്ടിയിരുന്നെങ്കിൽ. ഇവിടെ ഇത് എന്റേതല്ല, പിന്നെ ഇവിടുത്തെ ഒരു സ്റ്റാഫിന്റെ അടിച്ചു മാറ്റിയതാണ്. ഗുഡ് ജോബ്. കൊണ്ടുകൊടു. അനങ്ങരുത്. കൊണ്ടുപോയിടാ തോക്കരുത്. കൊണ്ടുപോയിടാ. ഫോൺ വാ. ഫോൺ തരൂല. ഫോൺ തരൂല. ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നില്ല, വീട്ടിൽ വിളിച്ചിട്ട് ആരും റെസ്പോണ്ട് ചെയ്യുന്നില്ല. അല്ല സാറെങ്ങനെ ഈ ആശുപത്രിയിലേക്ക് എത്തിയത്? ഫോണൊന്നും കയ്യിലുണ്ടായിരുന്നില്ല. ഇവിടുത്തെ ഒരു സ്റ്റാഫിന്റെ ഫോൺ അവൻ അറിയാതെ എടുത്തു വെച്ചാൽ നിന്നെ വിളിച്ചത്. മുഴുവൻ ചീറ്റിംഗ്, ഒരുതരം തടങ്കൽ. ഞാൻ എല്ലാം പറയാം. തൽക്കാലം നീ എന്നെ ഇവിടുന്ന് പുറത്തിറക്ക്. ഓക്കെ സാർ. പിന്നെ കഴിഞ്ഞ ദിവസം ബാങ്കിൽ നിന്നും 1 കോടി രൂപ വിഡ്രോ ചെയ്തിരുന്നു. ഞാൻ സാറിൻ്റെ മാനേജറാണെങ്കിലും എന്നോട് സാർ എല്ലാം പറയാറുണ്ട്. കഴിഞ്ഞ ദിവസം ബാങ്കിൽ നിന്ന് കാശ് വിഡ്രോ ചെയ്ത് സാർ എന്നോട് പറഞ്ഞില്ല. സാറിന്റെ വൈഫ്. സാർ സാർ മോളെ ഹോസ്പിറ്റലിൽ നിന്ന് സുനുമാമിയാ. ജ്യോതി അവൻ്റെ മാനേജർ വന്ന് കൂട്ടിക്കൊണ്ടുപോയി. ട്രീറ്റ്മെൻറ്റും പകുതി ആയിട്ടുള്ളൂ. മോൾ എങ്ങനെയെങ്കിലും അവനെ തിരികെ കൊണ്ടുവന്നാക്ക്, അല്ലെങ്കിൽ ദോഷം ചെയ്യും. സാർ ഞാൻ ഓഫീസിലേക്ക് പോയിക്കോട്ടെ? ഒരു കോടി എന്നാൽ എത്ര വലിയ തുകയാണെന്ന് അറിയാൻ വേണ്ടി എനിക്ക് പോയി എടുത്തിട്ടു വാ. ക്യാഷ് പോയി എടുത്തിട്ട് വാ. അതോ നിന്റെ കയ്യിലില്ലേ? ജ്യോതിഷ്, ഞാൻ പറയുന്നൊന്നും ക്ഷമയോടെ കേൾക്കാമോ ജ്യോതിഷ്? നിന്റെ കയ്യിൽ ഉണ്ടോ അതോ ഇല്ലയോ? എന്റെ കയ്യിലില്ല, പക്ഷെ ഞാൻ വേണ്ട, ഒന്നും പറയണ്ട. എനിക്കൊന്നും കേൾക്കുകയും വേണ്ട. പണം നഷ്ടപ്പെട്ടത് ഞാൻ സഹിച്ചു. പകരം വലിയ വിലക്ക് ഇൻഷുർ ചെയ്തിരിക്കുന്ന നിന്റെ ജീവൻ അത് ഞാൻ എടുക്കും. ഏതെങ്കിലും സ്വാഭാവികം എന്ന് തോന്നുന്ന മരിക്കാൻ നീ തയ്യാറാണ്.
താത്ത എങ്ങോട്ടെങ്കിലും പോയി രക്ഷപ്പെട്ടേ മതിയാകും. ഭർത്താവിനും ബന്ധുക്കൾക്കും സഹോദരങ്ങൾക്കും ഇടയിൽ സ്നേഹിക്കാൻ മാത്രം കഴിയുന്ന ഒരു പെണ്ണിന്റെ ഉള്ളിലെത്തി ആരും കാണാൻ കൊല്ലപ്പെടുമെന്ന് ഉറപ്പുള്ള ഒരു പെണ്ണ് ജീവിക്കാനുള്ള അവസാന ശ്രമമാണ്. ജ്യോതിഷ്. ആളുകൾ കാണുന്നതൊന്നും ജ്യോതിഷിനൊരു പ്രശ്നമായിരുന്നില്ല. തെരുവിൽ ഉറക്കെ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞ് ജ്യോതിഷ് അലഞ്ഞു നടക്കുകയായിരുന്നു. ജ്യോതിയുടെ കണ്ണിൽ പെടാതെ ഞാൻ രക്ഷപ്പെട്ടു. പിന്നെ ഞാൻ ജ്യോതിഷിനെ കണ്ടിട്ടില്ല ഡോക്ടർ. അങ്ങനെ ഇരിക്കെ ഇന്ന് ക്ഷേത്രത്തിൽ പോയ ഞാൻ ക്ഷേത്രത്തിൽ നിന്നും തൊഴുതു മടങ്ങവേ പണം തട്ടിയെടുത്ത് ഓടി എന്ന് പറഞ്ഞ ഒരാളെ ആൾക്കൂട്ടം തല്ലുന്നത് കണ്ടു. ആളിനെ തിരിച്ചറിഞ്ഞപ്പോൾ എനിക്ക് സഹിച്ചില്ല. അതെന്റെ ജ്യോതിഷായിരുന്നു ഡോക്ടർ. ഞാൻ കാരണമായല്ല. എന്റെ അനിയന്റെ ജീവൻ ഞാൻ രക്ഷിച്ചപ്പോ. ഓക്കെ ഓക്കെ, മീരൊരു കാര്യം ചെയ്യും, പോയി ജ്യോതിഷനെ കൂടെ കൂട്ടിക്കൊണ്ടു. എന്നാ പറയും, ആരായത്? ലാൻഡിന് അഡ്വാൻസ് കൊടുത്ത വൻസിയ എവിടെ പോയെന്ന് പിടിക്കും. മീര വിഷമിക്കാതിരിക്കും, അദ്ദേഹത്തിന് വേറെ പ്രശ്നമൊന്നുമില്ലല്ലോ. എളുപ്പത്തിൽ മാറുന്ന അസുഖമേ ഉള്ളൂ അത്. ഈ ചെയ്തു വരുന്ന സഹായങ്ങൾക്ക് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്ക് അറിയില്ല ഡോക്ടർ. മരണം വരെ എന്റെ മനസ്സിലുണ്ടാകും ഒരു ദൈവത്തെ പോലെ എന്നും. മീര, കണ്ണഞ്ചിപ്പിക്കുന്ന വലിയ വീടുകളിലെ വാസമല്ല സൗഭാഗ്യം. മറ്റൊരാളുടെ ഹൃദയത്തിൽ വസിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതാണ് ഭാഗ്യം. മീര എന്നെ ഭാഗ്യമുള്ളവനാക്കി തീർന്നു. മറ്റൊരു വസ്ത്രം പോലും കയ്യിൽ കരുതാതെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയവളാ ഡോക്ടർ ഞാൻ. ജീവിക്കണമെന്ന് അടങ്ങാത്ത ആഗ്രഹമായിരുന്നു. പക്ഷെ എങ്ങനെയാണെന്ന് മാത്രം ഒരു പിടിയും കിട്ടിയില്ല. അവസാനം ഈ ആശ്വാസദിനത്തിൽ അഭയം കിട്ടിയപ്പോൾ എനിക്ക് എന്റെ ജീവിതം മാത്രമല്ല ഡോക്ടർ, എനിക്ക് നഷ്ടമായതെല്ലാം തിരികെ ലഭിക്കുമെന്ന പ്രത്യാശ ലഭിച്ചു. കൂട്ടിക്കൊണ്ട് നിങ്ങളുടെ കൂടെ കേട്ടോ. പറയുന്നതുകൊണ്ട് വിഷമം തോന്നുന്നു. ഫണ്ടില്ല. ആശാസാധനത്തിലെ ദൈനംദിന ചെലവുകൾ നടത്താൻ പോലും ഫണ്ടില്ല. അതിന് താനെന്തിനാണോ വിഷമിക്കുന്നത്? എൻ്റെ വീടും വസ്തു എല്ലാം പണയത്തിലല്ലേ, നമുക്കതങ്ങ് വിൽക്കാവിടോ. അപ്പൊ സാർ എവിടെ പോകും? ഞാനും
ഇവരിൽ ഒരു അന്തേവസ്ഥ ഇവിടെ കഴിഞ്ഞോളൂ. ഫണ്ടിന്റെ ബുദ്ധിമുട്ട് കൊണ്ട് ആശാസദനത്തിലെ യാതൊരു കാര്യത്തിനും തടസ്സം ഉണ്ടാവരുത്. താൻ ചെല്ലടോ. മോഹനരാഗവല്ലി സ്നേഹമാം താമര നൂലിനാൽ ബന്ധിച്ച മോഹനരാഗവല്ലി പൂത്തുലഞ്ഞിടുന്നു പൂമണം വീശുന്നു കാറ്റിലലിഞ്ഞിടുന്നു മാനസം പാൽക്കടലായിടുന്നു. കണ്ണുകൾ താനേ മയങ്ങുന്നു തെന്നൽ തഴുകിടുന്നു. താളം പിടിച്ചെന്റെ തങ്ക കുടത്തിനെ താരാട്ടു പാടുന്നു ഞാൻ. താമസമെന്തേ കൺകൾ തുറക്കുവാൻ നേരമിങ്ങേറിടുന്നു. താമസമെന്തേ കൺകൾ തുറക്കുവാൻ നേരമിങ്ങേറിടുന്നു. താരാട്ടുപാട്ടിൻ്റെ ഈണത്തിലിന്നു നീ മാനസം നീന്തിടുന്നു. താരാട്ടുപാട്ടിൻ്റെ ഈണത്തിലിന്നു നിൻ മാനസം. ഒട്ടും ആശ്വാസകരമല്ലാത്തൊരു വാർത്തയാണ് പറയാനുള്ളത്. ഇന്ന് കുറച്ച് പണമെങ്കിലും അടയ്ക്കണം, അല്ലെങ്കിൽ മാറിക്കൊടുക്കണം.
പണയപ്പെടുത്തിയതല്ലേ ഈ ആശ്വാസത്തിന്. അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാശടയ്ക്കുക എന്നത് എന്തായാലും നടക്കാത്ത കാര്യം. അപ്പൊ പിന്നെ നമുക്ക് ഇറങ്ങിയാലോ? എടാ ഡോക്ടറെ, മക്കളെന്നെ നോക്കിയില്ലെങ്കിലും എനിക്കുണ്ടടാ ഈ ഭൂമിയിൽ 4 സെന്റ് സ്ഥലവും ഒരു വീടും. ഈ ആശാസദനം നമുക്ക് അങ്ങോട്ട് മാറ്റാടാ. കാലമിനിയോ മുരുളും വിഷു വരും, വർഷം വരും, തിരുവോണം വരും. കാലമിനിയോ മുരുളും വിഷു വരും, വർഷം വരും, തിരുവോണം വരും. പിന്നെയോരോ തളിരിനും പൂവരും കായ് വരും. അപ്പോൾ ആരെന്നും എന്തെന്നും ആർക്കറിയാം. എല്ലാരും കൂടി ഇതെങ്ങോട്ടാ? പണയപ്പെടുത്തിയ ഇത്രയും നാൾ ഈ ആശാസദനത്തിൽ ചെലവ് കഴിഞ്ഞു. ഇനിയിപ്പോ ഇവിടെ നിന്ന് ഇറങ്ങിയേ പറ്റൂ. അത് പറ്റില്ലല്ലോ ഡോക്ടർ. ഞങ്ങൾ ഇവിടെ താമസിക്കാനാണ് വന്നത്. ഡോക്ടർ, ഞാൻ ഒരുപാട് പണം സമ്പാദിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ ആരെന്നറിയാതെ ഈ അമ്മമാർ എനിക്ക് വാരിത്തന്ന സ്നേഹത്തിന് പകരം വയ്ക്കാൻ തികയുമോ ഡോക്ടർ? ഞാൻ ഉണ്ടാക്കി വെച്ച് എന്തിനെങ്കിലും. ഡോക്ടർ, ഞങ്ങൾക്ക് മക്കളില്ലല്ലോ. ഇവിടെ ഈ അമ്മമാരുടെ കൂടെ ഞങ്ങളെ കൂടെ കൂട്ടിക്കൂടെ സർ? ഡോക്ടർ, ബാധ്യതകളെല്ലാം ഞാൻ തീർക്കും. ഞങ്ങളെ കൂടി കൂട്ടണം. ജ്യോതി, ഇപ്പോഴാണ് നിങ്ങളുടെ സമ്പാദ്യത്തിന് മൂല്യമുണ്ടായത്. പണമെന്ന ആർത്തിയോടെ അലയുമ്പോഴല്ല ആനന്ദം. നിസ്സഹായർക്ക് അത് നൽകുമ്പോഴാണ് യഥാർത്ഥ ആനന്ദം. ഡോക്ടർ, ഇതെന്റെ സഹോദരനാണ് ഡോക്ടർ. മയക്കുമരുന്നിന് അടിമപ്പെട്ടുപോയി. ഇവനെ കൂടെ ചികിത്സിച്ച് ഭേദമാക്കാമോ? ഇവനെ മാത്രമല്ല, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടവരെയും കഷ്ടതകൾ അനുഭവിക്കുന്ന നിസ്സഹായരെയും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് ഒരൊറ്റ കുടുംബമായി നമുക്ക് വിടാൻ കഴിയും. മക്കളെ, നന്മയുള്ളിടത്തേടാ സന്തോഷമുള്ളൂ. എന്നാ പിന്നെ എല്ലാരും കൂടെ ചിരിച്ചോണ്ട് ഒരു ടാറ്റ അങ്ങോട്ട് കൊടുത്തോളി. നന്മയുള്ളിടത്താണ് സന്തോഷം. നിറമുള്ള ജീവിത സ്പന്ദനങ്ങൾ തലചായ്ച്ചുറങ്ങാനൊരുക്കമായി. ഹിമബിന്ദു ഇലയിൽ നിന്നൂർന്നു വീഴും പോലെ സുഭഗം ക്ഷണികം ഇതു ജീവിതം.